ക്ലീൻ ഷേവും വെള്ള ഷർട്ടും ധരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പാസ്റ്റർ എന്ന് വിളിക്കുന്ന ഒരു രീതി നമ്മുടെ കയ്യിൽ പൊതുവെ ഉണ്ട്. പെന്തക്കോസ്തുകാരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ലീൻ ഷേവും നല്ല വെള്ള വസ്ത്രധാരിയുമാണെങ്കിൽ ഉടനെ തന്നെ പാസ്റ്റർ എന്ന് സംബോധന ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. ഏതോ ഒരു മനുഷ്യനെ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മനോരമയിൽ വന്ന വാർത്തയിൽ പാസ്റ്ററെ അറസ്റ്റ് ചെയ്തു. ഹാലരിയുടെ ചീഫ് എഡിറ്റർ സാംകുട്ടി ചാക്കോയുടെ ഒരു വീഡിയോ ക്ലിപ്പാണ് ഇന്നത്തെ എൻ്റെ ഈ സംസാരത്തിന് കാരണം. മലയാള മനോരമ ദിനപത്രത്തിൽ ഇന്ന് രാവിലെ വന്ന ഒരു വാർത്തയെ വിശകലനം ചെയ്തുകൊണ്ടുള്ള സാംകുട്ടിയുടെ ഒരു കുറിപ്പ് കേട്ടുകൊണ്ടാണ്, ആ വീഡിയോ കേട്ടുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ. ഏതോ ഒരു മനുഷ്യനെ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മനോരമയിൽ വന്ന വാർത്തയിൽ പാസ്റ്ററെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് സാംകുട്ടിയെ ചൊടിപ്പിച്ചതും അതിൻ്റെ നിജസ്ഥിതി പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഇടാനുള്ള ആധാരവും. ഇതിന് സമാനമായൊരു സംഭവം 1999 നടന്നത് എൻ്റെ ഓർമ്മയിൽ വരുന്നു. ഈ സംഭവവുമായി കണക്ട് ചെയ്ത് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മലയാള മനോരമ പത്രത്തിൻ്റെ ഫസ്റ്റ് പേജിൽ, എൻ്റെ ഓർമ്മ ശരിയാണ്, 99 നവംബർ മാസം ലാസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു വാർത്ത വരുന്നു. ഭാര്യയെ കൊന്നതിൻ്റെ പേരിൽ ഭർത്താവായ പാസ്റ്ററെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഹെഡിങ്ങിൽ പാസ്റ്ററെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. കാരണം ഭാര്യയെ കൊന്നു. ഭാര്യയെ കൊന്നുവെങ്കിൽ ഭർത്താവിനെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചിരിക്കുന്നു. അത് വിധി തെറ്റൊന്നും പറയാനൊക്കില്ല, കൊലശിക്ഷ ന്യായമാണ്. പക്ഷേ ഈ കൊലയ്ക്ക് വിധിക്കപ്പെട്ടയാൾ പാസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. പാസ്റ്ററാണോ അദ്ദേഹം? ഈ വാർത്ത രാവിലെ വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ആകപ്പാടെ ആശങ്കാകുലരായി, ഒരു വിഷമമൊക്കെ തോന്നി. ഇങ്ങനെയുള്ള ദേവദാസന്മാർ ഈ കാലത്തുണ്ടോ? പാസ്റ്ററെ സ്വന്തം ഭാര്യയെ കൊല്ലുന്ന പാസ്റ്റർമാർ ഈ കാലത്തുണ്ടോ? അത് ആദ്യത്തെ ഒരു സംഭവമാണല്ലോ നമ്മുടെ അറിവിലെന്നൊക്കെ ഓർത്ത് മനസ്സിൽ വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ VM മാത്യു സാറിനെ ഫോണിൽ വിളിച്ചു. അന്ന് ഞങ്ങൾ കോട്ടയം നാഗമ്പടത്ത് തലവനക്കാട്ടില്ലത്ത് ഒരു ബ്രാഹ്മണ ഇല്ലത്തിൻ്റെ ഒരു അരികിൽ അവരുടെ ഒരു വീട്ടിൽ, ഒഴിഞ്ഞു കിടന്നൊരു വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുക. അപ്പോൾ സാറും രാവിലെ ഇത് വായിച്ചിട്ട് വളരെ വിഷമത്തിലിങ്ങനെ ഇരിക്കുക. ഇതെങ്ങനെ സംഭവിച്ചു? ഇദ്ദേഹം പാസ്റ്ററാണോ? ആ സാഹചര്യത്തിലാണ് എൻ്റെ ഫോൺ ചെല്ലുന്നത്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, റസൽ ഒന്ന് ട്രിവാൻഡ്രം വരെ ഒന്ന് പോകാമോ? പോയി നിജസ്ഥിതി അന്വേഷിക്കുകയാണ്, നമുക്കതിൻ്റെ ഒരു നിജസ്ഥിതി ഒന്ന് പ്രസിദ്ധീകരിക്കാമല്ലോ. പാസ്റ്ററാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല, വിട്ടേക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥരാണല്ലോ, അതുകൊണ്ട് പോകാവൂന്ന് ചോദിച്ചു. ക്രൈസ്തവ്യത അന്ന് പ്രസിദ്ധീകരിച്ചു തുടങ്ങി, അത് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ അതിരാവിലെ ട്രിവാൻഡ്രത്തേക്ക് പോയി. പനച്ചുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഈ സംഭവം നടന്നേക്കുന്നത്. അവിടെ ചെന്ന് ഈ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ചന്ദ്രദാസിൻ്റെ ബന്ധു നടത്തുന്ന ഒരു കടയിൽ ചെന്നു. അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലാകുന്നത്. വാസ്തവത്തിൽ ഈ ചന്ദ്രദാസ് എന്ന് പറയുന്ന ആൾ ഒരു പാസ്റ്റർ അല്ല, ഒരു നല്ല വിശ്വാസി പോലും അല്ല. ഒരു വിശ്വാസിയായിട്ടല്ലേ പിന്നെ പാസ്റ്റർ ആകുന്നത്. ഇവൻ്റെ അപ്പനൊരു പാസ്റ്ററാണെന്ന് പറയപ്പെടുന്നു, പാസ്റ്റർ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. കാരണം നമ്മുടെ കയ്യിൽ ഒരു വലിയ കുഴപ്പമുണ്ട്. ക്ലീൻ ഷേവും വെള്ള ഷർട്ടും ധരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പാസ്റ്റർ എന്ന് വിളിക്കുന്ന ഒരു രീതി നമ്മുടെ കയ്യിൽ പൊതുവെ ഉണ്ട്. പെന്തക്കോസ്തുകാരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ലീൻ ഷേവും നല്ല വെള്ള വസ്ത്രധാരിയുമാണെങ്കിൽ ഉടനെ തന്നെ പാസ്റ്റർ എന്ന് സംബോധന ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. ഇതാണോ ഇവിടെ സംഭവിച്ചത് ഇതാണ് ഇവിടെയും സംഭവിച്ചത്. ഈ ചന്ദ്രദാസ് എന്ന് പറയുന്ന ആളാണ് പ്രതി. അദ്ദേഹമാണ് ഭാര്യയെ കൊന്നത്. സത്യത്തിൽ ഇദ്ദേഹം പാസ്റ്ററുമല്ല, ഒന്നുമല്ല. ഈ പറമ്പിലൂടെ നടന്ന് അങ്ങാടി പച്ചമരുന്നുകൾ പറിച്ച് ഉണക്കി കൊണ്ടു നടന്ന് പനച്ചമൂടിൽ ആയുർവേദ മരുന്നുകൾ വിൽക്കുന്ന കടകളിൽ, വൈദ്യശാലകളിൽ ഇത് വിൽക്കുന്ന ജോലിക്കാരനായിരുന്നു ഇദ്ദേഹമാണ് പാസ്റ്റർ. മനോരമയുടെ മുമ്പിൽ
അത് മനോരമയുടെ ഫ്രണ്ട് പേജിൽ 3 കോളം വാർത്തയായിരുന്നു. ഈ സംഭവം നടന്നത് 1989 ഓഗസ്റ്റ് 23-നാണ് ഈ കൊലപാതകം നടന്നത്. കന്യാകുമാരി ജില്ലയിൽ കണ്ണുമാമൂട്ടിൽ ഇളഞ്ചിറ കരുപ്പുവിളക്കുഴിയിൽ ചെല്ലൻ അന്നമ്മ ദമ്പതികളുടെ 7 മക്കളിൽ ഒരുവളായ ശ്യാമളകുമാരിയാണ് ഈ വധിക്കപ്പെട്ടത്. ഒരു പാരമ്പര്യ ക്രൈസ്തവ കുടുംബമായിരുന്നു, കാത്തലിക് കുടുംബമായിരുന്നു. അത് കഴിഞ്ഞ ഒരു വിശ്വാസത്തിൽ വന്നു. വളരെ അച്ചടക്കത്തോടും ഭക്തിയോടും കൂടെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു മാതൃകാ കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു ശ്യാമളകുമാരി. ശ്യാമളകുമാരിക്ക് 65 സെൻറ്റ് ഭൂമി, അവളുടെ ഭൂമി ഓഹരി ഭൂമി സ്ത്രീധനമായിട്ട് ഇവൻ്റെ പേരിൽ എഴുതി കൊടുത്തു. പിന്നെ ഒരു 5000 രൂപ പോക്കറ്റ് മണിയും കൊടുത്തു. അങ്ങനെയാണ് വിവാഹിതരാകുന്നത്. എന്നാൽ വിവാഹം കഴിച്ച് വീട്ടിൽ വന്നതിന് ശേഷം നിരന്തരം ഇവളെ പീഡിപ്പിക്കുകയും മറ്റ് ഈ 65 സെൻറ്റ് സ്ഥലം വിൽക്കാൻ ഇവൾ കൂട്ടു നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് കൂട്ടു നിൽക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ചെമ്പൂരിൽ നിന്നും ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ കയ്യിൽ നിന്നും പൊട്ടാഷ്യം സയനൈഡ് വാങ്ങി കൊടുത്തു ഇവളെ കൊന്നു എന്നതാണ് കുറ്റം. ഇതാദ്യം ഈ ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചു. അതിനുശേഷം അത് തള്ളിക്കളഞ്ഞു. ആ കേസ് ആത്മഹത്യ എന്ന് പറഞ്ഞ് തള്ളി. രണ്ടാമത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ വീണ്ടും ശ്യാമളകുമാരിയുടെ ആങ്ങള രാമസ്വാമി കേസ് രണ്ടാമത് പൊക്കിയെടുക്കുകയും കരുണാകരൻ അവരുടെ മുമ്പിൽ വെക്കുകയും പുള്ളിക്കാരനത് ക്രൈംബ്രാഞ്ച് വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് കേസ് അന്വേഷണ തുമ്പുണ്ടാകുകയും കൊലപാതകം എന്ന നിലയിലെത്തുകയും ഈ ചന്ദ്രദാസിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി വിചാരണയ്ക്ക് വിധേയനാക്കുകയും ചെയ്തത്. അങ്ങനെ ക്രൈംബ്രാഞ്ച് തുമ്പുണ്ടാക്കി ഇവനെ അറസ്റ്റ് ചെയ്ത് രണ്ടാമത് വിചാരണയ്ക്ക് വിധേയനാക്കി. അങ്ങനെയാണ് കോടതി ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. വിധിച്ചപ്പോഴായിരുന്നു മനോരമയിലെ വാർത്ത, പാസ്റ്ററെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, പാസ്റ്ററെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, പാസ്റ്ററെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. 3 കോളം ഫ്രണ്ട് പേജിൽ വലിയ വാർത്ത. ഇതിൽ രസകരമായ മറ്റൊരു സംഭവം കൂടെ. പാറശാല ഭാഗങ്ങളിൽ ഇറങ്ങിയ പത്രങ്ങളിൽ സിംഗിൾ കോളം ന്യൂസേ കൊടുത്തുള്ളൂ. കാരണം മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻസാണ് ഏറ്റവും കൂടുതൽ മനോരമ വായിക്കുന്നതും. ഇങ്ങനെയുള്ള ന്യൂസുകളാണല്ലോ നമുക്ക് കേൾക്കാൻ ഇഷ്ടം. ബലാത്സംഗ കഥകളും കുട്ടികളെ പീഡിപ്പിച്ചതും ലൈംഗിക ചുവയുള്ളതും കൊലപാതക കഥകളും ഒക്കെ കേൾക്കാനാണല്ലോ വായനക്കാർക്ക് ഇഷ്ടം. അവരെ തൃപ്തിപ്പെടുത്താനും ഈ മധ്യ തിരുവിതാംകൂറിലെ നല്ല ജനസമൂഹമുള്ള പെന്തക്കോസ്ത് ഗ്രൂപ്പിനെ താറടിക്കുകയും ചെയ്യാനായിട്ട് മധ്യ തിരുവിതാംകൂറിൽ അത് 3 കോളം ന്യൂസ് ഫ്രണ്ട് പേജിലും താരതമ്യേന പെന്തക്കോസ്ത് വിശ്വാസികളിൽ പത്രം കുറച്ചു വായിക്കുന്ന പാറശാല ഭാഗങ്ങളിൽ സിംഗിൾ കോളം ന്യൂസ് കൊടുത്തു. എങ്ങനെയുണ്ട് മനോരമയുടെ തട്ടിപ്പ്? ദേശാഭിമാനി അന്ന് ഞാനെടുത്ത് വായിച്ചു നോക്കി. കൊല വാർത്തയായത്, അതൊരു കൊലപാതകിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ച വാർത്തയായതുകൊണ്ട് അതിന് ഫസ്റ്റ് പേജിൽ തന്നെ ഒരു സിംഗിൾ കോളം അവർ കൊടുത്തു. അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് വാങ്ങി വായിച്ചു, അതിനും സിംഗിൾ കോളം ന്യൂസ് കൊടുത്തു. അത് പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. പക്ഷെ ഒറ്റ കോളമേ ഉള്ളൂ. പാസ്റ്റർ എന്ന സംഭവം ഇവരാരും പറഞ്ഞിട്ടില്ല. കാരണം ഇവൻ പാസ്റ്റർ അല്ലല്ലോ. ഇവൻ പച്ചമരുന്ന് പറമ്പിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് ഉണക്കി വിൽക്കുന്ന ഒരു അങ്ങാടി വൈദ്യൻ എങ്ങനെയാണ് പാസ്റ്റർ ആകുന്നത്? പാസ്റ്റർ ആകുന്നതിൻ്റെ നിയമങ്ങളുണ്ടല്ലോ, ബൈബിൾ സ്കൂളിൽ പഠിക്കണമല്ലോ. പാസ്റ്റർമാരോടൊക്കെ ഞങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട്. പാസ്റ്റർമാരെ എല്ലാവരും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അവരോടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ലീഡർ എന്നുള്ളതിൽ അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഒരു പാസ്റ്റർ ആകണമെങ്കിൽ ബൈബിൾ സ്കൂളിൽ കുറഞ്ഞ പക്ഷം 2 വർഷവും 3 വർഷവും 4 വർഷവും പല കോഴ്സുകളിലായിട്ടൊക്കെ പഠിക്കണം, കുറച്ച് നാൾ പഠിക്കണം. പഠിച്ച് എവിടെയെങ്കിലും ഒരു സുവിശേഷകനായി പോയി പ്രവർത്തിച്ച് ഇദ്ദേഹം മിടുക്കനാണെന്ന് കണ്ടെങ്കിൽ മാത്രമേ ഓർഡിനേഷനൊക്കെ കൊടുക്കത്തുള്ളൂ. അന്നേരെ പാസ്റ്റർ ആകത്തുള്ളൂ. അന്നേരം അദ്ദേഹത്തിന് വിവാഹം നടത്താനോ മരിച്ചവരെ കുഴിച്ചിടാനോ സ്നാനം നടത്താനൊക്കെ അധികാരം അപ്പോഴേ അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ. പൗരോഹിത്യ സഭകളിലുള്ളതുപോലെ തന്നെ അതിന് സമാധാനമായിട്ടുള്ള സിസ്റ്റം തന്നെ ഈ പെന്തക്കോസ്ത് സഭകളിലുണ്ട്. പാസ്റ്റേഴ്സ് അത്ര മോശം ആൾക്കാരൊന്നുമല്ല. വൈദിക വിദ്യാഭ്യാസം നടത്തി സഭയുടെ നിയമങ്ങളും ബൈബിളിലെ നിയമങ്ങളും പാലിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ ഫുൾ ടൈം മിനിസ്റ്റർ ഒരു ഓർഡിനേഷൻ കൊടുത്ത് അദ്ദേഹത്തെ വേണ്ടി മാറ്റുന്നുള്ളൂ. ഇതറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഇത് പെന്തിക്കോസ്തുകാരെ ഒന്ന് താറടിക്കാൻ വേണ്ടി ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്തിക്കോസ്ത് സഭയിലുള്ള ആളുകളെല്ലാം നല്ലൊരു ശതമാനം ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാ, മനോരമയുടെ സഭയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാ. അപ്പോൾ അവർക്ക് അതിനകത്ത് സ്വാഭാവികമായിട്ട് ഈ ഗ്രൂപ്പിനെ വളർത്തിയിട്ട് പൊക്കിയിട്ടും അവരെ കിളത്തിയിട്ട് കാര്യമൊന്നുമില്ല. പരമാവധി ഇടിച്ച് താഴ്ത്തുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ രീതി. വാർത്തകൾ പോലും കിട്ടാൻ പ്രസിദ്ധീകരിക്കാറില്ല, അതിൻ്റെ വേറൊരു വശം. അപ്പോൾ അന്നത്തെ മറ്റു പത്രങ്ങൾ പോലും സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തു, ചന്ദ്രദാസ് എന്നൊരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു ഭാര്യയെ കൊന്നതിന് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ മനോരമയിൽ പാസ്റ്റർ എന്ന പേരിലാണ് ഫസ്റ്റ് കോളം വന്നത്.
സമയം കിട്ടുമ്പോഴൊക്കെ പെന്തിക്കോസ്ത് സമൂഹത്തെ അവഹേളിക്കാൻ മനോരമ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പാസ്റ്റർമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തൂക്കിക്കൊന്നോട്ടെന്ന് ഇവിടെ ആർക്ക് ചെയ്തം? പാസ്റ്റർ അവൻ പാസ്റ്റർ ആയിരിക്കണം. ചുമ്മാ വഴിയെ മരുന്ന് പച്ചല പറിച്ച് വിറ്റ് നടക്കുന്ന ഒരു തെരുവ് തെണ്ടിയായ ഒരുത്തനെ പാസ്റ്ററാക്കി ചിത്രീകരിച്ചിട്ട് ആ സമൂഹത്തെയും കമ്മ്യൂണിറ്റിയും മുഴുവൻ അധിക്ഷേപിക്കുന്ന രീതി ശരിയല്ലെന്നേ. അത് നിർത്തണമെന്നേ. നിർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എനിക്ക് അറിഞ്ഞൂടെ, ഇപ്പം അങ്ങനെ ഒന്നും കാണുന്നില്ല. പക്ഷെ തെറ്റ് ചെയ്തെങ്കിൽ അത് എഴുതണം, പറയണം, ശിക്ഷിക്കണം. പക്ഷേ സമൂഹത്തെ ഒരു ഗ്രൂപ്പിനെ മുഴുവൻ അധിക്ഷേപിക്കുന്ന രീതിയിൽ പെന്തിക്കോസ്തിലെ പാസ്റ്റർ തൂക്കെല്ലാം വിധിച്ചു എന്നൊരു വ്യാജ വാർത്ത. ഒരു സാധാരണ വിശ്വാസി പോലും അല്ലാത്തവൻ അപ്പം പാസ്റ്ററായെന്ന് ഓർത്ത് മകനങ്ങനെ പാസ്റ്ററാകുന്നത്, അവനെ പാസ്റ്ററാക്കി വിട്ട കഥ അന്ന് മനോരമയിൽ പ്രസിദ്ധീകരിച്ചു. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. പിന്നെ ഞാൻ കേട്ടത് ആ വാർത്ത എഴുതിയ ആളെ വിളിച്ച് ശിക്ഷിച്ചെന്നോ, അത് ശിക്ഷിച്ചെന്നല്ല, അദ്ദേഹത്തെ വാണിച്ചെന്നോ അങ്ങനെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കലെന്നൊക്കെ എഡിറ്റോറിയൽ ബോർഡിൽ നിന്നും അദ്ദേഹത്തെ വാങ്ങിച്ചെന്നൊക്കെ കേട്ടു. എനിക്ക് അറിഞ്ഞുകൂടെ, ഇതിനൊക്കെ കേട്ടു നേരെ കള്ളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഏതായാലും മനോരമ അവസരം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോഴിത് ചെയ്തതെന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തെ, ഒരു ഗ്രൂപ്പിനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള എഴുത്തുകൾ പലപ്പോഴും നമ്മൾ ഒഴിവാക്കണം. മനോരമ പോലെയുള്ള പത്രം ജനങ്ങൾക്കുള്ളിൽ വായിക്കുന്ന പേപ്പറാണ്. ഇന്നത്രയും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന പത്രം ഈ പറയുന്ന പ്രിൻ്റ് പത്രങ്ങൾക്ക് ഈ പറയുന്ന വായനക്കാരൊന്നുമില്ല. അതെല്ലാം കുറഞ്ഞു വരികയാണ്. എനിക്ക് തോന്നുന്നത് ഒരു 30% പ്രിൻ്റ് പത്രങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അതിലും താഴെ കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ വലിയ സമ്പന്നന്മാർ ആളുകളുടെ വീടുകളിൽ പോലും പത്രങ്ങളില്ല ഇപ്പം. അപ്പോൾ അതുകൊണ്ട് പത്രം സത്യസന്ധതയോടെ നേരെ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകണം. വിശദമായ അന്വേഷണം നടത്തണം. ഓഫീസിലിരുന്നു കൊണ്ട് എന്തെങ്കിലും എഴുതിക്കൂട്ടില്ല. പണ്ട് ഒരു പൈങ്കിളി സാഹിത്യ വാരികയിലൊരു കഥ വന്ന് ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഹൈറേഞ്ചിലെ ഏലത്തോട്ടം കാണാൻ പോയി. ഏലത്തോട്ടം കാണാൻ ചെന്നപ്പോൾ ഏലക്കായുടെ ആ സുഗന്ധം എൻ്റെ മൂക്കിലൂടെ ആഞ്ഞൊടിച്ചപ്പോൾ നാം മോഹാലസ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എഴുതി വിട്ടു. സത്യം പറഞ്ഞാൽ ഏലത്തോട്ടത്തിൽ കയറിയാലൊന്നും ഏലത്തിന് സുഗന്ധവുമില്ല, മോഹാലസ്യപ്പെടുത്തുമില്ല. ഏലം അത് 36 മണിക്കൂർ തീക്കകത്തിട്ടത് അതൊരു മെഷീനിലിട്ട് വിട്ട് അടിയിൽ തീ കൊളുത്തി അത് വറുത്തെടുക്കുമ്പോൾ അതിന് മണം ഉണ്ടാകും. അന്യായ സുഗന്ധമാണ്. ഏലക്ക ഒരിക്കലും നമുക്ക് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഇതിലെ പോയാലും മണം ഉണ്ടാകും. അതിപ്പോൾ 36 മണിക്കൂർ എന്നുള്ള 24 മണിക്കൂർ കൊണ്ടാണ് ഇപ്പോൾ വറുത്തെടുക്കുന്നത് എനിക്ക് തോന്നുന്നു. അന്നേരം മണം ഉണ്ടാകുന്നത്. പക്ഷേ കോട്ടയത്ത് കള്ളടിച്ച് ഓഫീസിലിരുന്നുണ്ട് അവൾ ഏലത്തോട്ടത്തിലെ ഏലക്കായുടെ മണത്തെക്കുറിച്ച് എഴുതി. ഏലത്തോട്ടത്തിൽ എടുക്കുക മണം വരുന്നത് എങ്ങനെയാണ്? അത് വറക്കണ്ടേ, പറിച്ചുകൊണ്ട് ഇട്ട് ഉണക്കി വറുത്ത് കഴിയുമ്പോഴേ മണമാകുള്ളതിന്. ഇതുപോലെ ഒരു കാര്യം ഒരു മണ്ണാൻ കെട്ടി ചുക്കും ചുണ്ണാൻ പറയാൻ മേലാതെ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പടച്ചു വിട്ടിട്ട് പെന്തിക്കോസ്തുകാരല്ലേ പ്രതികരിക്കുകയല്ലോ. സമരമില്ല, വിക്കറ്റില്ല, അടിപിടിയില്ല, കേസില്ല, ബസ്സിന് കല്ലേറില്ല, അള്ളു വെക്കുകയല്ല, സമരം വിക്കറ്റൊന്നുമില്ല. പാവങ്ങൾ ഇതെല്ലാം കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളൂ. അതുകൊണ്ട് എന്തും എഴുതി വിടാമെന്നുള്ള ആ ജീർണിച്ച ആ മാധ്യമ സംസ്കാരം പത്രങ്ങളെല്ലാം മാറ്റണം. വിശേഷിച്ച് മനോരമ അങ്ങനെ ഒരിക്കലും പെന്തിക്കോസ്തുകാരോട് ചെയ്യരുത്. സാങ്കുട്ടി ചാക്കോ വീഡിയോയിൽ പറയുന്നത് കറക്റ്റാണ്. നിങ്ങൾ അടിച്ചിറക്കുന്ന പത്രങ്ങളിൽ നല്ലൊരു ശതമാനം ഞങ്ങളുടെ വീടുകളിലാണ് ഉള്ളതെന്ന് നിങ്ങൾ ഓർക്കണം. എന്നീ സമയത്ത് നിങ്ങളോട് വിനയപൂർവ്വം പറയുകയാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ ആ ഒരു സമൂഹത്തെ നമ്മൾ കാണാം. പാസ്റ്ററെ താരടിക്കല്ല, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു വലിയ ഗ്രൂപ്പിനെയാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത്. ഈ കാണിച്ചത് ഈ ചന്ദ്രദാസിൻ്റെ വിഷയത്തിൽ വളരെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് പോയി ഞാൻ മനോഹരമായി ആ റിപ്പോർട്ട് ക്രൈസ്തവ ചിന്താൽ 3-4 പേജുകൾ എഴുതി അത് പ്രസിദ്ധീകരിച്ചു. മനോരമയുടെ 1001 കോപ്പികളൊന്നും ഞങ്ങൾക്കില്ലെങ്കിലും ഒരു ചെറിയ രീതിയിൽ കുറേ ആളുകളെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനായിട്ട് അന്ന് ക്രൈസ്തവ ചിന്ത കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ സമയം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മനോരമ കുറച്ചുകൂടി കാര്യത്തിൽ പെന്തിക്കോസ്തുകാരോട് ഒരു നല്ല സമീപനം, സത്യസന്ധമായ റിപ്പോർട്ട് എഴുതാനുള്ള സമീപനം കാണിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ അഭ്യർത്ഥിക്കുന്നു.